ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എക്രിത് മീഡിയ. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് 8 പീസ് ബ്രെഡ് എടുത്ത് അതിൻ്റെ അരികുവശം മുറിച്ച് മാറ്റി ആ ഓരോ പീസിനെയും 4 കഷ്ണങ്ങളാക്കി മാറ്റുക. എന്നിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നന്നായി പരത്തുക. നന്നായി പരത്തിയതിന് ശേഷം ഇതിലേക്ക് ബ്രെഡിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഓരോ പീസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2 വശവും ഇതേപോലെ മൊരിച്ചെടുക്കണം. മൊരിഞ്ഞതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള പീസുകൾ നമ്മൾ ഇതുപോലെ മൊരിച്ചെടുക്കണം. അടുത്തതായിട്ട് പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ക്യാരറ്റ് നന്നായി വെന്ത് വരുമ്പോൾ അത് ഒന്ന് ചുരുങ്ങിപ്പോവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക. പഞ്ചസാര അതിലേക്ക് അലിഞ്ഞു ചേരണം. ഇതിപ്പോൾ നന്നായിട്ട് പഞ്ചസാര അലിഞ്ഞു ചേർന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. പാലൊഴിച്ചത് വറ്റി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ പാനിലേക്ക് 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1/4 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്യാൻ. നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 ലിറ്റർ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കുക. സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇളക്കി കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കി നന്നായി ഇളക്കി കൊടുക്കുക. ബബിൾസ് വരുമ്പോൾ തീ ഓഫാക്കുക. കസ്റ്റാർഡ് മിക്സ് പെട്ടെന്ന് കട്ടയായി പോകും. അതുകൊണ്ട് ഒരു ബൗളിലേക്ക് വേഗം തന്നെ ബ്രെഡിൻ്റെ പീസുകൾ പരത്തി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിലേക്ക് മിക്സ് കവറായി വരണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ് ഹൽവ കുറേശ്ശെയായിട്ട് പരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ബ്രെഡ് പീസ് വെച്ച് കൊടുക്കുക. ബ്രെഡ് പീസിൻ്റെ മുകളിലേക്ക് കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ക്യാരറ്റ് ഹൽവ ഇട്ട് കൊടുക്കുക. ചൂടാറിയതിന് ശേഷം 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ക്യാരറ്റ് ഹൽവ പുഡിങ്ങാണിത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല കിടിലൻ ടേസ്റ്റാണ്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.